Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ Ajay, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് യൂട്യൂബിനെ കുറിച്ചുള്ള രണ്ട് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ് ഏതാണ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ യൂട്യൂബിനെ കുറിച്ചുള്ള യൂട്യൂബിന്റെ രണ്ട് അപ്ഡേറ്റ് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ട് അപ്ഡേറ്റും യൂട്യൂബിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിൽ കുറെ മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യസന്ധമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്നെസ്സും പറയും. എസ്പെഷ്യലി ഇതിൽ രണ്ടാമത് പറയണ കേസിൽ എല്ലാവരും അത് നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പം ഞാൻ അത് നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം. അപ്പം നമുക്ക് യൂട്യൂബിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് പറയാം. അത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ്. എന്തായാലും യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, അതായത് ഒരു എഡിറ്റിംഗ് ടൂൾ. അതെന്താണ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ യൂട്യൂബിൽ പല വലിയ ആൾക്കാരെ ചാനൽസ് കാണാമല്ലോ. വലിയ ആൾക്കാർ പറഞ്ഞാൽ അത്യാവശ്യം സബ്സ്ക്രൈബർ ഉള്ള കാണുമ്പോഴും വാട്ടർമാർക്ക് കാണാം നമുക്ക് അവരെ ചാനലില് മേലെ. ഇപ്പം സാധാരണ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കൈൻ മാസ്റ്റർ. അപ്പം അവർക്ക് പെയ്ഡ് കൈൻ മാസ്റ്റർ വാങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് അവരെന്ത് ചെയ്യുന്നത് ക്രാക്ക് ഡൗൺലോഡ് ചെയ്യാനും മടിയുള്ളവര് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ മിനിമൽ ആയിട്ടുള്ളതും വരും. അത് റെൻഡർ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കൈൻ മാസ്റ്ററിന്റെ വാട്ടർമാർക്ക് വരും. അത് ശരിക്കും ഒരു വീഡിയോന്റെ സ്റ്റാൻഡേർഡിനെ ബാധിക്കും. ഇനിയിപ്പോ ഫിലിമോറ ആണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. ഇനി അതല്ലാച്ച ക്രാക്ക് ചെയ്യണം, അതായത് നമ്മൾ വേറെ ഓരോ വെബ്സൈറ്റിൽ അതിനെ പറ്റി ഞാൻ കൂടുതൽ പറയില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ദോഷം നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ വൈറസ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം യൂട്യൂബിന് തോന്നി നല്ലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ക്രിയേറ്റേഴ്സിന് കൊടുത്താലോ. അങ്ങനെ ആദ്യം കുറച്ച് പേർക്ക് കൊടുത്തു, പിന്നെ എല്ലാ യൂട്യൂബേഴ്സിനും ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തു. അതന്നെയാണ് യൂട്യൂബിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം, ഒരു ഓണ സമ്മാനം എന്ന് നമുക്ക് പറയാം മലയാളികൾക്ക്. അങ്ങനെ ഒരു ഗിഫ്റ്റ് യൂട്യൂബേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഞാനത് ഡൗൺലോഡ് ചെയ്തു നോക്കി. ഒരുവിധം പ്രൊഫഷണൽ ഓപ്ഷൻസ് ഇല്ലെങ്കിലും ഒരു മിനിമം മിഡ് റേഞ്ച് ആൾക്കാർക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും അതേപോലെ തന്നെ വളരെ എന്താ പറയാ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടും ഫുൾ HD നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ 1080p നമുക്ക് റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷനുമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ 15 കമന്റ് എൻ്റെ ചാനലിൽ വരാണെങ്കിൽ നമ്മൾ അത് ചെയ്യണതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് 15 കമന്റ് ഇടാം, ട്യൂട്ടോറിയൽ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ട്യൂട്ടോറിയൽ ചെയ്യും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം. കാരണം ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് നോക്കി, നല്ല അതാണ്. പിന്നെ ബാക്കി സോഫ്റ്റ്വെയറിനെ വേറിട്ടിട്ട് ഇതിനൊരു നല്ല ഫീച്ചർ ഉണ്ട് യൂട്യൂബേഴ്സിന് മാത്രം. അത് വേറെ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. അതായത് യൂട്യൂബ് മ്യൂസിക്, അത് യൂട്യൂബ് ക്രിയേറ്റേഴ്സിനുള്ള മ്യൂസിക് ഉണ്ടല്ലോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ, അത് ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനോ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാനോ നമുക്ക് പറ്റും. ഇപ്പൊ നമ്മളിപ്പോ കൈൻ മാസ്റ്ററിനോ അല്ലെങ്കിൽ കൈൻ മാസ്റ്ററിനോ അല്ലെങ്കിൽ വേറെ ഫിലിമോറയെന്നൊക്കെ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് അല്ല കിട്ടും. ഇപ്പൊ ബെൻ സൗണ്ട്സിന്റെ സോങ്സ് എടുത്തിട്ട് തന്നെയായിരുന്നു ആദ്യം ഞാൻ ഇൻട്രോയിലോ ഔട്ട്രോയിലോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സോങ്ങിന് വരെ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സോങ് റിമൂവ് ചെയ്തു. ഇപ്പം യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ എന്താണ്, ആ ഒരു ഇഷ്യൂ സോൾവ് ആയി. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഏതാണോ എഡിറ്റിംഗ് ടൂൾ നിങ്ങൾക്ക് കൺവീനിയന്റ് അതിന് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇടാം. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം പ്രൊഫഷണൽ ടച്ച് ഒക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് ഞാൻ നോക്കി, നല്ല കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ എന്റെ മോള് ചെയ്യുന്നത് കൈൻ മാസ്റ്ററിലും ഫിലിമോറയിലും ആണ്. അവൾക്ക് ഇതിലേക്ക് മാറാൻ ഒരു കൺവീനിയൻസ് കുറവുണ്ട്, കാരണം ഫിലിമോറ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ്. അപ്പൊ ആ ഒരു പ്രൊഫഷണൽനെസ് അവൾക്ക് ഇതിലേക്ക് മാറാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അവൾ അത്ര എക്സ്പേർട്ട് ആണ്. പിന്നെ അവൾക്ക് എന്താണ് ഇതൊരു ചെറിയൊരു കുട്ടികൾക്ക് ചെയ്യണമെന്ന് അവൾക്ക് തോന്നിയിട്ടുള്ളൂ. അത് അവളുടെ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ സാധാരണ ഏതൊരാൾക്കും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൂൾ ആയിട്ടാണ് നമുക്ക് ഇത് കാണാം. ഇനി അടുത്ത യൂട്യൂബിന്റെ അപ്ഡേറ്റ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും പോസിറ്റീവായിട്ട് പറഞ്ഞു, മോണിറ്റൈസേഷന്റെ കൺട്രോൾ യൂട്യൂബ് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ആഡ് വരും. അതായത് ഓൺ ആൻഡ് ഓഫ് ഒരു സ്വിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്
വളരെ ബുദ്ധിമുട്ടുള്ള കാരണം ഇപ്പൊ മിഡ് റോൾ ആഡ്സ് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും പ്ലേസ് ചെയ്യാം, മാനുവൽ ആയിട്ടും പ്ലേസ് ചെയ്യാം. ഓട്ടോമാറ്റിക് ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 മിനിറ്റ് വീഡിയോ ലാൻച്ചാൽ ഒറ്റ ഒരു ആഡേ വരുള്ളൂ. പക്ഷെ നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ 4 സ്ഥലത്തിടും. 2.5 മിനിറ്റ്, 5, 7.5 മിനിറ്റ്, 10 ഇങ്ങനെ 4 സ്ഥലത്ത് ഞാൻ ഇടുന്നതാണ്. അതിലൊരു 2 വരും മിഡില്, ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ എന്താ, 1 വരുള്ളൂ. അതേപോലെ തന്നെ ബാക്കി കൺട്രോളും കൂടുമ്പോൾ നമുക്കറിയാം ഓവർലേ ആഡ്സ് അങ്ങനെയുള്ള പല ആഡ്സ് ഉണ്ട്. സ്കിപ്പബിൾ ആണോ, ഇപ്പൊ നമ്മൾ സ്കിപ്പബിൾ ആഡ്സ് ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടായിരിക്കും ചില വീഡിയോയിൽ കൊടുക്കുക, അല്ലെങ്കിൽ നോൺ സ്കിപ്പബിൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അതൊന്നും പറ്റില്ല. ഫുൾ കൺട്രോൾ യൂട്യൂബിന്. അത് ക്രിയേറ്റേഴ്സിന് ബുദ്ധിമുട്ടായി ഭാവിയിൽ വരും എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായമാണ്. അത് നവംബർ മുതൽക്കാണ് ആ ഒരു ഓപ്ഷനിലേക്ക് വരിക. പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന നേരത്തൊക്കെ വളരെ ഈസി ആയിരിക്കും. ജസ്റ്റ് ഒരു ടോഗിൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ഈ 2 അപ്ഡേറ്റ് ആണ് യൂട്യൂബിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ട്യൂട്ടോറിയൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 കമന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.